Hi all, welcome to I Plus Training Solutions. നമ്മൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ 2019 കഴിഞ്ഞ തവണ എക്സാം നടന്നത്. ഏത് ബിടെക് ഗ്രാജുവേറ്റ്സിനും എഴുതാൻ പറ്റുന്ന വളരെ നല്ല ഒരു പോസ്റ്റാണ്, നമുക്കറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ ഓരോരുത്തരും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ 2019 എക്സാമിന് ഇലക്ട്രോണിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോണിക്സിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷന് കുറച്ചുകൂടെ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. Then when a PN junction is reverse biased, ഒരു PN junction reverse bias ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എ, hole and electrons moves towards the junction, holes and electrons move away from the junction, movement of holes and electrons ceased, width of depletion region decreases. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് നമുക്കറിയാം, പി എൻ ജംഗ്ഷൻ ഡയോഡ് റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ ആനോഡിൽ ലോവർ പൊട്ടൻഷ്യൽ, കാഥോഡിൽ ഹയർ പൊട്ടൻഷ്യലും വരുന്നൊരു സമയമാണ്. ഈ സമയത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ പി എൻ ജംഗ്ഷനിൽ ഏതൊരു കേസിലാണെങ്കിലും പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അവിടെ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇവിടെ ഇപ്പം ഇത് എൻ സൈഡ് ആണെന്ന് വിചാരിക്കുക. ഈ എൻ സൈഡ് ആണ്, ഇത് എൻ സൈഡ് ആണ്. ഇവിടെ നമുക്ക് പി സൈഡ് ആണ്. ഇത് പി സൈഡിൽ നെഗറ്റീവ് എന്ന് കാണിക്കുന്ന ആരാണ്? നമ്മുടെ അക്സെപ്റ്റർ അയോൺസ് ആണ് കേട്ടോ. അതിന്റെ കൂടെ ഹോൾസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാവും. ഇപ്പുറത്താണെങ്കിൽ എന്തുണ്ടാവും? ഡോണർ അയോൺസ് ഉണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. പിന്നെ മൈനോറിറ്റി ആയിട്ടുള്ള ഹോൾസ് ഈ ഭാഗത്തുണ്ടാവും, ഇപ്പുറത്തുണ്ടാവും. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് ദിസ് പി എൻ ജംഗ്ഷൻ വാട്ട് ഹാപ്പൻസ്? Electrons from n side moves towards the p side and the holes from p side move towards the n side. അല്ലെ, ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇലക്ട്രോൺസ് ഈ ഒരു രൂപത്തിൽ മൂവ് ചെയ്യും, ഹോൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ജംഗ്ഷനിൽ ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യും? ഇത് ഫോർവേഡ് ബയസ് ആകുമ്പോഴാണ് ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പം അല്ലെങ്കിൽ ഇതിൽ ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത് എൻ ടൈപ്പ് ആണ്. ഫോർവേഡ് ബയസിൽ ഇവിടെ എന്നും ഇവിടെ പിയും ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഹോൾസ് ഇവിടുന്ന് റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു, ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഇങ്ങോട്ടും ഹോൾസ് ഇങ്ങോട്ടും പോകും. എന്ന് വെച്ചാൽ ജംഗ്ഷൻ ടുവേർഡ്സ് ആണ് മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് അത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ജംഗ്ഷനിൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഡിഫ്യൂസ് ആയിപ്പോയി അവിടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടാകുന്നു. അങ്ങനെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫർദർ മൂവ്മെന്റ് എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ഇതേ സമയത്ത് ഇവിടെ നമ്മൾക്ക് ഇത് റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് ഇലക്ട്രോൺസ് ഇപ്പൊ സപ്പോസ് ഇവിടെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇലക്ട്രോൺസ് എന്താ സംഭവിക്കുക? ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഹോൾസ് ഇങ്ങോട്ട്, ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിനെ ഈ പോസിറ്റീവ് അട്രാക്ട് ചെയ്യും, ഹോൾസിനെ ഈ നെഗറ്റീവ് അട്രാക്ട് ചെയ്യും. അങ്ങനെ വന്നാൽ ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ്സ് എവേ ഫ്രം ദ ജംഗ്ഷൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി is the correct answer. The next question, for a parallel plate capacitor with a circular cross section, if the radius of the plate surface is half, then the capacitance value എന്താണ് സംഭവിക്കുക? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസിൽ അതൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇപ്പൊ നമുക്ക് കപ്പാസിറ്ററിന്റെ കേസിൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്സിലോൺ എ ബൈ ഡി എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ എന്നാണ്. ഇഫ് ദ റേഡിയസ് ഓഫ് ദ പ്ലേറ്റ് സർഫസ് ഇസ് ഹാഫ്ഡ്, റേഡിയസ് പകുതിയായി കുറഞ്ഞാൽ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും എന്നാണ്. ഇപ്പൊ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഏരിയ എന്ത് ചെയ്യാം? ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണല്ലോ, പൈ ആർ സ്ക്വയർ ബൈ ഡി. ഇതാണല്ലോ ഇപ്പൊ നമുക്ക് കപ്പാസിറ്റൻസിന്റെ വാല്യൂ വരിക. സപ്പോസ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ റേഡിയസ് ഓഫ് ദ പ്ലേറ്റ് സർഫസ് ഇസ് ഹാഫ്ഡ് എന്നാണ്, പകുതിയായി. അപ്പൊ എപ്സിലോൺ ഇവിടെ പൈ, ഇവിടെ എന്താവും? ആർ ബൈ 2 എന്ന് വരും അല്ലെ. അപ്പൊ എന്ത് വരും? ഇവിടെ ഇങ്ങനെ വരും, ബൈ ഡി എന്ന് വരും അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? ഇതൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ എപ്സിലോണ് പൈ ആർ സ്ക്വയർ ബൈ 4 ഉണ്ടാവും, താഴേക്ക് 4d എന്ന് വരും.
ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക, എപ്സിലോൺ എ ബൈ ഡി, ഈ എപ്സിലോൺ പൈ ആർ സ്ക്വയർ ബൈ ഡി എന്ന് പറഞ്ഞാലാണ് ഇവിടുത്തെ നമ്മൾ എപ്സിലോൺ എ ബൈ ഡി, ഇതാണ് കപ്പാസിറ്റൻസ് അല്ലെ, ഇതാണ് കപ്പാസിറ്റൻസ്. അപ്പൊ ഇത്രയും സാധനം എന്താണ്, ആക്ച്വലി സി ആണ്. ഇവിടെ സംഭവിക്കുക എന്താണ്, സി ബൈ 4 ആണ് അല്ലെ. അപ്പൊ റെഡ്യൂസസ് ബൈ എ ഫാക്ടർ ഓഫ് 4, റെഡ്യൂസസ് ബൈ എ ഫാക്ടർ ഓഫ് 4 എന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡ്യൂസസ് ബൈ എ ഫാക്ടർ ഓഫ് 4. ജസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. Then a Zener diode with a high breakdown voltage, ഒരു Zener ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണെങ്കിൽ, അതായത് Zener ഡയോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെവിലി ഡോപ്ഡ് ആണ്. സാധാരണ ഡയോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹെവിലി ഡോപ്ഡ് ആണ്. ടണൽ ഡയോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രക്കില്ല. എന്നാൽ ഏറ്റവും ഓർഡിനറി ഡയോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ Zener ഡയോഡ് എന്താണ്, ഹെവിലി ഡോപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഏർലിയർ അല്ലെങ്കിൽ നേരത്തെ ചെറിയ വോൾട്ടേജിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ഈ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ്, അതിനെക്കുറിച്ച് ലാർജ് കറന്റ് ഫ്ലോ ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പം ഈ ഹൈ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്, ലോ ബ്രേക്ക് ഡൗൺ എവിടെ വരിക, ലോ വോൾട്ടേജിൽ, അഥവാ ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരണമെങ്കിൽ എന്തായിരിക്കും, ഡോപ്പിംഗ് കൂടുതലായിരിക്കണം. ഡോപ്പിംഗ് കൂടുമ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്യാം, നേരത്തെ ബ്രേക്ക് ഡൗൺ സംഭവിക്കാനാണ് നമ്മൾ ഡോപ്പിംഗ് കൂട്ടുന്നത്. അപ്പൊ ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും വരും. അതുകൊണ്ട് ബോത്ത് പി ആൻഡ് എൻ റീജിയൻസ് ആർ ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ Zener ഡയോഡ് ദ കറണ്ട് ഈസ് കൺട്രോൾഡ് ബൈ, Zener ഡയോഡിൽ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, അത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അതിന് മാക്സിമം കറണ്ട് അതിലൂടെ കടന്നു പോകാം. വോൾട്ടേജ് എന്താണ്, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും, കറണ്ട് എത്രയും ഒരു ലാർജ് കറണ്ട് അതിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ ആ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനാന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സർക്യൂട്ട്സ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. എക്സ്റ്റേണൽ സർക്യൂട്ട് ആണ് അത് കൺട്രോൾ ചെയ്യുക. ഫോർ റെസിസ്റ്റൻസ് മെഷർമെന്റ് യൂസിങ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ വോൾട്ടേജ് സോഴ്സ്, ലോ കറണ്ട് സോഴ്സ്, ഹൈ റെസിസ്റ്റൻസ്, ലോ കപ്പാസിറ്റൻസ്. ഒരു ലോ കറണ്ട് സോഴ്സ് ആണ് അതിൽ. ഫോർ റെസിസ്റ്റൻസ് മെഷർമെന്റ് യൂസിങ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഇറ്റ് കണ്ടെയ്ൻസ് ലോ കറണ്ട് സോഴ്സ്. AC voltages are measured using digital multimeters. AC measures are measured using digital multimeter using capacitors and resistors, inductors and resistors, rectifiers and filters, oscillators and amplifiers. Okay. AC voltage are measured using digital multimeters. എന്തായാലും ഇത് രണ്ടും അല്ല അല്ലെ, ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സ് യൂസ്, ഇത് റെക്ടിഫയേഴ്സ് വേണം, AC അല്ലേ. AC എന്ന് പറയുമ്പോൾ AC വോൾട്ടേജ് ഉണ്ടാക്കണമെങ്കിൽ AC വോൾട്ടേജ്, ഓസിലേറ്റർ ആൻഡ് ആംപ്ലിഫയർ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള റെക്ടിഫയർ AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് വരിക, AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ റെക്ടിഫയറും ഫിൽറ്ററും നമുക്കവിടെ ആവശ്യമാണ്. AC വോൾട്ടേജസ് മെഷേർഡ് യൂസിങ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ യൂസിങ് റെക്ടിഫയേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സോളാർ സെൽ, സോളാർ സെല്ലിന് നമ്മൾ, സോളാർ എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ തന്നെ ആണ്, ഒരു PN ജംഗ്ഷൻ ആണ് ആക്ച്വലി സോളാർ എന്ന് പറയുന്നതും. സോ അപ്പൊ അവിടെ സോളാറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഈ അലൂമിനിയം എന്തായാലും സെമി കണ്ടക്ടർ അല്ല, സിൽവറും എന്തായാലും സെമി കണ്ടക്ടർ അല്ല, ജെർമേനിയം സിലിക്കൺ ആണ്. എപ്പോഴും സിലിക്കൺ ഡിവൈസസ് കൂടുതൽ പ്രിഫർ ചെയ്യും, കാരണം അതിന്റെ ലീക്കേജ് കറണ്ട് എന്താണ്, ജെർമേനിയത്തിൽ കൂടുതലാണ്. അപ്പൊ അതൊക്കെ കാരണം തെർമൽ സ്റ്റെബിലിറ്റി കൂടുതൽ ഏതിനാണ്, സിലിക്കൺ ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ സിലിക്കൺ ആണ് ബെറ്റർ ചോയ്സ്. അതുകൊണ്ട് സിലിക്കൺ ആണ് എന്ത് ചെയ്യുക, നമ്മൾ അതിൽ യൂസ് ചെയ്യാറുള്ളത്. The type of output generated in a thermocouple sensor. Thermocouple സെൻസറിൽ എങ്ങനെയാണ് ശരിക്കും ടെമ്പറേച്ചർ ഡിഫറൻസിനെ എന്താക്കി മാറ്റുകയാണ്, ഒരു ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ ആണ് അല്ലെ. തെർമോകപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് ഹോട്ട് ജംഗ്ഷനും ഒരു സ്ഥലത്ത് കോൾഡ് ജംഗ്ഷനും ഒക്കെ വെച്ചിട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എന്താക്കിയിട്ടാണ് മാറ്റുന്നത്, അതനുസരിച്ച് അവിടെ ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ചുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു വോൾട്ടേജ് ആണ് അവിടെ വരുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. GPRS എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളതാണ്, കമ്മ്യൂണിക്കേഷൻ ഏരിയ എന്ന് വരുന്നതാണ്. GPRS എന്ന് പറഞ്ഞാൽ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് എന്നുള്ളതാണ്. ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ദെൻ ബ്ലൂടൂത്തിന്റെ ഫ്രീക്വൻസി, ബ്ലൂടൂത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2.4 ജിഗാഹെർട്സിലാണ് ബ്ലൂടൂത്ത് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് ഫ്രീക്വൻസി 2.4 ജിഗാഹെർട്സ്. പിന്നെ സ്വിച്ചുകൾ പല ടൈപ്പ് ഉണ്ട് അല്ലെ, സിംഗിൾ പോൾ സിംഗിൾ ത്രോ ഉണ്ട്, സിംഗിൾ പോൾ ഡബിൾ ത്രോ ഉണ്ട്, ഡബിൾ പോൾ ഡബിൾ ത്രോ ഉണ്ട്, ഡബിൾ പോൾ സിംഗിൾ ത്രോ ഉണ്ട്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന്, ഇത് ഡബിൾ പോൾ ഡബിൾ ത്രോ ആണ് കേട്ടോ.
ഡബിൾ പോൾ ഡബിൾ ത്രോ ആണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. രണ്ട് ഡബിൾ പോൾ ഡബിൾ ത്രോ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. If an amplifier produces an output power, if an amplifier produces an output power 10 times greater than its input power, ഒരു ആംപ്ലിഫയർ ഒരു ഔട്ട്പുട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻപുട്ടിനേക്കാളും 10 ടൈംസ് എന്ന് വെച്ചാൽ അതിന്റെ ഗെയിൻ എന്താണ്? ഗെയിൻ എന്ന് പറയുന്നത് 10 ആണ് അല്ലെ? അതല്ലേ പറയുന്നത്. ഇഫ് എൻ ആംപ്ലിഫയർ പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട് പവർ, പവർ ആണ്, പവർ ഗെയിൻ ആണ് കേട്ടോ പറയുന്നത്. ഔട്ട്പുട്ട് പവർ ആണ്, പവർ ഗെയിൻ ആണ് പറയുന്നത്. പവർ ഗെയിൻ, പവർ ഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണം പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കിട്ടും? 10 ടൈംസ് ഇൻപുട്ട് പവർ. അതായത് PO/PI ഈക്വൽ ടു പവർ ഗെയിൻ നമ്മൾ പറയുകയാണെങ്കിൽ PO ഈക്വൽ ടു 10 ടൈംസ് PI എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെസിബൽ എന്നല്ല, വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ നമ്മൾ dBയിലേക്ക് എടുക്കുമ്പോൾ 20 ലോഗ് ബേസ് 10 എന്താ വരുക? V0/PI എന്നാണ് എടുക്കേണ്ടത്. എന്നാൽ പവർ പിന്നെ പവർ ഗെയിനിന്റെ കേസിലാകുമ്പോൾ അവിടെ 10 വരുള്ളൂ. കാരണം 10 ആണ് വരിക. 10 ലോഗ് ബേസ് 10 VO/VI ആണ് വരിക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും അതിന്റെ ആൻസർ എന്നുള്ളത്? 10 ടൈംസ് ആണ്. ഇവിടെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 അല്ലേ? ഇവിടെ എന്താ വരിക? ഇവിടെ ഇപ്പൊ ശരിക്കും 10 ലോഗ്, ഇവിടെ പവർ ആണ് വരേണ്ടത്. P0/PI. ഓക്കെ, ഈ പവർ ആണ് ഇവിടെ വരുന്നത്. പവറിന് V² കൊടുക്കുമ്പോഴാണ് ശരിക്കും ഇവിടെ ആ സ്ക്വയർ 2 × 10 20 ആയി മാറുന്നത്. അപ്പൊ ഇവിടെ ഈ ആക്ച്വലി ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 ആണ്, ഇവിടെ ലോഗ് ബേസ് 10 ആണ്. അവിടെ ആക്ച്വലി എന്താ കിട്ടുക? സിംപ്ലി നിങ്ങൾക്ക് അറിയാം 10 dB ആണ് അല്ലെ? 10 dB അല്ലേ വരിക? കാരണം ലോഗ് 10 ബേസ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. ദാറ്റ് ഇൻറ്റു 10. അപ്പം 10 dB എന്ന് വരും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ടൈപ്പ് ഓഫ് മൈക്രോഫോൺ വിച്ച് കൺവേർട്സ് അക്കൗസ്റ്റിക് സിഗ്നൽ ടു ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ്. പല ടൈപ്പുള്ള മൈക്രോഫോൺ ഉണ്ട് അല്ലെ? ഇലക്ട്രോമാഗ്നറ്റിക് മൈക്രോഫോൺ ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗണ്ട് വേവ് അക്കൗസ്റ്റിക് സിഗ്നൽസ് ഒരു ഡയഫ്രത്തിൽ തട്ടി അതിന്റെ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ ഒരു കോയിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് ആ കോയിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് മാൻഡിബിളിൽ പ്ലേസ് ചെയ്ത് അപ്പൊ അവിടെ കോയിലിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഫ്ലക്സിലെ വേരിയേഷൻ ഉണ്ടായി അങ്ങനെ ഉണ്ടാകും. അതേപോലെ തന്നെ കണ്ടൻസർ മൈക്രോഫോൺ അല്ലെങ്കിൽ കപ്പാസിറ്റർ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഈ അക്കൗസ്റ്റിക് സിഗ്നലിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മളുടെ ഒരു കപ്പാസിറ്ററിന് ഒരു പ്ലേറ്റ് ഫിക്സഡും ഒരു പ്ലേറ്റ് എന്ത് ചെയ്യും? ഒരു ഡയഫ്രം ആയിട്ട് വരും. അപ്പൊ ഇത് വളരെ തിന്നായിട്ടുള്ള ഡയഫ്രം ആയിരിക്കും ഒരു പ്ലേറ്റ്. അപ്പൊ സൗണ്ട് വേവ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് സൗണ്ട് വേവിനനുസരിച്ച് ഇത് വൈബ്രേറ്റ് ചെയ്യും. ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഇവിടുത്തെ സ്പേസിംഗിൽ മാറ്റം വരും. അതനുസരിച്ച് കപ്പാസിറ്റൻസ് മാറും. അങ്ങനെ അത് ആ കറസ്പോണ്ടിങ് ഈ സൗണ്ടിന്റെ വേരിയേഷൻ അനുസരിച്ചുള്ള കപ്പാസിറ്റൻസ് മാറ്റമാകും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്, ട്രാൻസ്ഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ കണ്ടൻസർ മൈക്രോഫോൺ എന്നാണ് ഇതിനെ പറയുന്നത്. കപ്പാസിറ്ററിന്റെ കണ്ടൻസർ. പണ്ടേ കപ്പാസിറ്റൻസിന്റെ മറ്റൊരു പേരാണെന്ത്? പണ്ടുള്ള പേരാണ്, നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പേരാണ് ഈ കണ്ടൻസർ മൈക്രോഫോൺ, കണ്ടൻസർ എന്ന് പറയുന്നത്. ഇവിടെ കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം കണ്ടൻസർ മൈക്രോഫോൺ ആണ്. ഇത് 8085 ആണ്, അഥവാ മൈക്രോ പ്രോസസറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ പ്രോസസറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇൻസ്ട്രക്ഷൻ സെറ്റും കാര്യങ്ങളും അറിയാമെങ്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പൊ ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാല് ലോഡ് A300H എന്ന് പറഞ്ഞാൽ 3000H എന്ന് പറയുന്ന ഈ ലൊക്കേഷനിലുള്ള കണ്ടന്റ് എവിടേക്ക് ലോഡ് ചെയ്തു? അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. ഇപ്പോ അക്യുമുലേറ്ററിലെ വാല്യൂ എത്രയാണ്? 38 ആണ്. ഓക്കെ, ഇപ്പൊ അക്യുമുലേറ്ററുള്ള വാല്യൂ 38 ആണ്. ഇനി മൂവ് B, A എന്ന് പറഞ്ഞാൽ ഈ എയിലുള്ള വാല്യൂ, അക്യുമുലേറ്ററിലുള്ള വാല്യൂ എവിടെ വരും? ബിയിലേക്ക് മൂവ് ചെയ്യും. മൂവ് B, A എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിലുള്ള വാല്യൂ അഥവാ എയിലുള്ള വാല്യൂ എവിടേക്ക് വരുന്നു? എയിലുള്ള വാല്യൂ ബിയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് വരിക. എയിലുള്ള വാല്യൂ ബിയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് വരിക. അപ്പം എന്തായി? ഇപ്പൊ ബിയിൽ ഇപ്പൊ എന്തായി? ബിയിൽ ഇപ്പം 38 ആയി. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് LDA 4000H എന്നാണ്. എന്ന് വെച്ചാൽ ലോഡ് ചെയ്യേണ്ട എന്താണ്? ലോഡ് ചെയ്യേണ്ടത് അക്യുമുലേറ്ററിലേക്ക് വീണ്ടും ലോഡ് ചെയ്യാണ് എന്ത്? 4000H ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അക്യുമുലേറ്ററിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അത് 4000H എന്നുള്ള ലൊക്കേഷനിലുള്ള ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ അക്യുമുലേറ്ററിലെ ഡാറ്റ എന്തായി മാറും? 29 ആയി മാറും. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഈ ഇൻസ്ട്രക്ഷൻ കഴിയുന്നതോടുകൂടെ 4000 എന്ന് പറയുന്ന ഈ ലൊക്കേഷനിലെ ഡാറ്റയാണ് ഇവിടെ വരിക, ലോഡ് ചെയ്യും. ഇനി STA എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോർ അക്യുമുലേറ്ററിലാണ്. അതായത് 3000H എന്ന് പറയുന്നിടത്തുള്ള കാര്യം. STA 3000H എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ STA 3000H എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക?
അവിടെ 3000H എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ലൊക്കേഷനിലുള്ള കണ്ടന്റ്, അതായത് അക്കുമുലേറ്ററിലെ കണ്ടന്റ്, ഇപ്പോൾ ഉള്ള അക്കുമുലേറ്ററിലെ കണ്ടന്റ് എവിടെ സ്റ്റോർ ചെയ്യും? STA 3000H എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുക? അക്കുമുലേറ്ററിലെ കണ്ടന്റ് എവിടെ സ്റ്റോർ ചെയ്യും? കണ്ടന്റ് ഓഫ് അക്കുമുലേറ്റർ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ലൊക്കേഷൻ. ഇത് ഇവിടെ തിരിച്ച് മെമ്മറി 3000. അപ്പൊ ഈ അക്കുമുലേറ്ററിലുള്ള കണ്ടന്റ് എവിടെ സ്റ്റോർ ചെയ്യുന്നു വെച്ചാൽ 3000 സ്റ്റോർ ചെയ്യും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ മാറും? അക്കുമുലേറ്ററിൽ ഇപ്പൊ 29 അല്ലേ? അപ്പൊ ഇവിടെ കയറിയിട്ട് ഇപ്പൊ 29 എന്നായി മാറും. അതവിടെ സ്റ്റോർ ചെയ്യും. ഇനി ബിയിലുള്ളത് അക്കുമുലേറ്ററിലേക്ക് വരും. അപ്പൊ ബിയിൽ ഇപ്പൊ 38 ആണുള്ളത്. അപ്പൊ ഈ 38 എന്നുള്ളത് അക്കുമുലേറ്ററിലേക്ക് വരും. ഇപ്പൊ അക്കുമുലേറ്ററിലെ വാല്യൂ എന്തായി? 38 എന്നായി. ഇനി എന്ത് ചെയ്തു? STA 4000 എന്ന് പറഞ്ഞാല് ഇപ്പോൾ അക്കുമുലേറ്ററിലുള്ള കണ്ടന്റ് 4000ലേക്ക് സ്റ്റോർ ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ അക്കുമുലേറ്ററിലെ കണ്ടന്റ് 38 ആണ്. അപ്പൊ 4000 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ 38 വരും. അപ്പൊ ഇനി ചോദിച്ചിരിക്കുന്ന ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദിസ് പ്രോഗ്രാം ദ കണ്ടന്റ് ഓഫ് ലൊക്കേഷൻ 4000H എന്ന് പറഞ്ഞാൽ എന്താണ്? 38 ആണ്. 38H ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ശരിക്കും എളുപ്പമാണ്. നമ്മൾ കണ്ട് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം മാത്രം. മനസ്സിലാക്കുക, ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് അറിയാമെങ്കിൽ ചെയ്യാവുന്ന കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് ദ ഫോളോയിങ് പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ഇൻ 8085 മൈക്രോ പ്രോസസർ. ഒരേ എക്സാമിന് തന്നെയാണ് 8085 2 ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ലൊക്കേഷൻ 4000H ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദിസ് എന്തായിരിക്കും എന്നാണ്. ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദിസ് എന്ത് സംഭവിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഈ LX1H എന്ന് പറഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ 2000H എന്ന് പറയുന്ന 2000Hലുള്ള കണ്ടന്റ്, ഈ 2000Hലുള്ള കണ്ടന്റ് നമ്മുടെ ഈ X1 എന്ന് പറയുമ്പോൾ അതിന്റെ HL പെയർ ഉണ്ട്. അതായത് രജിസ്റ്ററിൽ നിങ്ങൾ HDHL എന്ന് പറഞ്ഞിട്ടുള്ള പേരുണ്ടായിരുന്നു. അപ്പൊ ഈ HL പെയറിൽ നമ്മൾ മെമ്മറി പോയിന്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? ഈ മെമ്മറി പോയിന്റർ ആയിട്ടാണ് HL ആക്ട് ചെയ്യുക. ഈ HLലേക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നു? 2000ലുള്ള ഡാറ്റ, 2000H എന്ന് പറയുന്ന ലൊക്കേഷനിലെ ഡാറ്റയാണ് എവിടേക്ക് വരുന്നത്? അത് പോയിന്റർ ആയിട്ട് വരുന്നത്. അപ്പൊ 52 എന്നുള്ളതാണ് ഇപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ വരിക, H വരിക. ഇനി എവിടെയാണോ മെമ്മറി പോയിന്റർ ഉള്ളത്, ഓക്കെ, ആ മെമ്മറി പോയിന്റർ ഉള്ള സ്ഥലം, അല്ലെങ്കിൽ സോറി, ഇങ്ങനെ വന്നാൽ അങ്ങനെയല്ല, 52 അല്ല, ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഈ 2000Hലാണ് മെമ്മറി പോയിന്റർ കൊണ്ടുപോയി വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2000H എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 2000H നമ്മളുടെ HL പെയറിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ശരി, അത് 2000H എന്നുള്ളതാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. 2000H എന്ന് പറയുന്ന സംഭവം ഇവിടെ സ്റ്റോർ ചെയ്യും. അതായത് HL പെയറിൽ 2000H എന്ന് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ അത് ഈ HL എന്ന് പറയുന്ന പോയിന്റർ. അപ്പൊ മെമ്മറി പോയിന്റർ ഇപ്പൊ 2000H ആണ്. അപ്പൊ അതുകൊണ്ട് മെമ്മറി ഇപ്പൊ എവിടെയായിരിക്കും നിൽക്കുക? മെമ്മറി പോയിന്ററിൽ ഇപ്പൊ എന്താ ഉള്ളത്? 2000H ആണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ആയിരിക്കും മെമ്മറി പോയിന്റർ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് മൂവ് മെമ്മറി A എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെമ്മറി പോയിന്റർ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ കണ്ടന്റ് എവിടേക്ക് വരും? ഈ കണ്ടന്റ് ആണ് അക്കുമുലേറ്ററിലേക്ക്, മെമ്മറിയിലുള്ള കണ്ടന്റ് അക്കുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അക്കുമുലേറ്ററിൽ ഇപ്പൊ എന്ത് വരും? 52 വരും. ഇനി ഇതേപോലെ തന്നെ LX1H എന്ന് പറഞ്ഞാൽ HLലേക്ക് എന്ത് വരും? 3000H എന്ന് വരും. ഈ HL പെയറിലേക്ക് 3000 സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മെമ്മറി പോയിന്റർ. അപ്പൊ എവിടെ പോയി നിൽക്കും മെമ്മറി പോയിന്റർ? മെമ്മറി പോയിന്റർ ഇവിടെ പോയിട്ട് നിൽക്കും 3000. അപ്പൊ അത് കഴിഞ്ഞ് ആഡ് M എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെമ്മറിയിലുള്ള ആഡ് M എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് M എന്ന് പറയുമ്പോൾ അക്കുമുലേറ്ററിലെ കണ്ടന്റ് പ്ലസ് മെമ്മറിയിലെ കണ്ടന്റ് എന്നാണ്. അപ്പൊ മെമ്മറി പോയിന്റ് നിൽക്കുന്നത് ഇപ്പൊ എവിടെയാണ്? 38ലാണ്. അക്കുമുലേറ്ററിൽ ഇപ്പൊ നേരത്തെ ഉള്ളത് എത്രയാണ്? ഈ നേരത്തെ മെമ്മറിയിൽ ഉണ്ടായിരുന്ന സാധനമാണ് അക്കുമുലേറ്ററിലേക്ക് മൂവ് ചെയ്തത്. അതായത് 52 ആണ്. ഈ 52 38 കൂടെ ആഡ് ചെയ്താൽ 8 2 10 എന്ന് വെച്ചാൽ A ആണ് വരും. ഹെക്സാഡെസിമൽ അല്ലേ ചെയ്യുന്നത്? ഹെക്സാഡെസിമൽ 5 3 8 8A എന്ന് വരും. ഈ സംഭവം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി എന്ത് ചെയ്യുന്നത്? 4000H എന്നാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ വരുമ്പം HL എന്ന് പറയുന്ന ഈ പെയറിൽ എന്താ തരുന്നത്? 4000H എന്നുള്ളതാണ്. അതായത് പോയിന്റർ ഇപ്പൊ എന്തായി? 4000H ആണ് വരുന്നത്. അപ്പം മെമ്മറി പോയിന്റർ ഇവിടെ പോയിട്ട് നിൽക്കും. ഇനി മെമ്മറിയിലുള്ള ഡാറ്റ, ഇപ്പോൾ മെമ്മറി പോയിന്റിലുള്ള ഡാറ്റ അക്കുമുലേറ്ററിലേക്ക് പോയി. അപ്പൊ ഇപ്പം മെമ്മറി പോയിന്റിൽ എത്ര ഉള്ളത്? നേരത്തെ ആഡ് ചെയ്തിട്ട് അത് എവിടെയുള്ളത്? ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? അക്കുമുലേറ്ററിലെ കണ്ടന്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ലൊക്കേഷനിലുള്ള ഡാറ്റ എന്താണ്? അപ്പം സോറി, അക്കുമുലേറ്ററിലുള്ള കണ്ടന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ പറഞ്ഞ മാറിപ്പോയി. മൂവ് എം കോമ എ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, എയിലുള്ള സാധനം ഇങ്ങോട്ട് മൂവ് ചെയ്യാന്നല്ലേ. അക്കുമുലേറ്ററിൽ മൂവ് ചെയ്യാം. അപ്പൊ അക്കുമുലേറ്ററിലുള്ള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യാം? അക്കുമുലേറ്ററിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ ഈ 8A എവിടെ ഉള്ളത്? അതാണ് ഇപ്പൊ അക്കുമുലേറ്ററിലുള്ളത്. അപ്പൊ അക്കുമുലേറ്ററിലുള്ള കണ്ടന്റ് മെമ്മറിയിലേക്ക് പോയി. മെമ്മറി എന്ന് പറഞ്ഞപ്പോൾ ലൊക്കേഷൻ എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഇവിടെ ഇപ്പൊ 8A എന്ന് വന്നു. ഓക്കെ, 8A എന്ന് വന്നു. 8A എന്ന് വന്നു. എന്ത് ഹാൾട്ട് ചെയ്തു. അപ്പം ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദിസ് പ്രോഗ്രാം 4000H എന്തായിരിക്കും? 8A എന്നായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ എന്നല്ല, 8085 നിന്നാണ് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായത്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായത്. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോ കഴിഞ്ഞ വർഷത്തെ ഒരു വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസറിന് 2 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടിൽ വരുന്നതാണ് എന്ത്? മൈക്രോഫോൺ ഏരിയ, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ തന്നെ ആംപ്ലിഫയറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, സ്വിച്ച് കാര്യങ്ങളുടെ ടോപ്പ് പോർഷൻ നമുക്കുണ്ട്, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷനിലാണ് ബ്ലൂടൂത്ത്, GPRS, GSM അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്നിരുന്നത്. അതിൽ ബ്ലൂടൂത്തിന്റെ ക്വസ്റ്റ്യൻ വന്നു, അതേപോലെ തന്നെ GPRS 2 ക്വസ്റ്റ്യൻ ആ സെക്ഷനിൽ വന്നു. ഓക്കെ, പിന്നെ സെൻസറിന്റെ മറ്റൊരു ഏരിയ ആണ്, നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ഏരിയ തന്നെയാണത്. മെഷറിംഗിന്റെ സെൻസറിന്റെ അവിടെ നിന്ന് വരുന്ന തെർമോകപ്പിൾ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. പിന്നെ സോളാർ സെല്ല്, അത് നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള PN അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. സോളാർ സെല്ല്, അതേപോലെ തന്നെ PN ജംഗ്ഷൻ ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ വന്നു. മൾട്ടിമീറ്റേഴ്സിന്റെ അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ഭാഗമുണ്ട്, അവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ പറ്റും മെഷർമെന്റുമായി ബന്ധപ്പെട്ട്. പിന്നെ ഡയോഡ്, സെൻട്രൽ ഡയോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടു. അതേപോലെ തന്നെ നമുക്ക് പിന്നെ കപ്പാസിറ്റൻസുമായി ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഇൻഡക്ടർ കപ്പാസിറ്റൻസ് ഉണ്ട്, ആദ്യത്തെ പോർഷൻ അതായിരുന്നു സിലബസിൽ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോർമൽ ഡയോഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, സോളാർ സെല്ലിന്റെ ക്വസ്റ്റ്യൻ നേരത്തെയും പറഞ്ഞു. ഇത്രയും ഏരിയകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ തവണ. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സെയിം സിലബസ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ചെറിയ വേരിയേഷൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇനി എന്തായിരുന്നാലും ഇതൊന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു ലെവലിലാണ്, ഭയങ്കര ഡെപ്തിലേക്ക് പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കാരണം എല്ലാ ബ്രാഞ്ചുകാർ ഇടുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റൻസിന്റെ കഥ ചെറിയൊരു പ്രോബ്ലം ആണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഭയങ്കരമായുള്ള ന്യൂമറിക്കൽസ് ഒന്നുമല്ല, ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. അതുപോലെ ആ പവർ ഗെയിനുമായി ബന്ധപ്പെട്ട DB ഗെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് പക്കാ തിയറി ക്വസ്റ്റ്യൻസ് അല്ല. ബിടെക് ആ ഒരു ലെവൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം 8085 തിയറി വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ കഴിഞ്ഞ 2 ചോദിച്ച 2 പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ആ ഒരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എനിവേ അപ്പോ നമ്മളിവിടെ ഈ 2019 നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇലക്ട്രോണിക്സ് പാർട്ട് എന്ന് ചോദിച്ചിട്ടുള്ള 16 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.